സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് 4 മാസത്തെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നൽകാത്തതിൽ 48 മണിക്കൂർ സൂചനാ പണിമുടക്കുമായി ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ രംഗത്ത്. കുടിശ്ശിക അനുവദിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ അനിശ്ചിതകാല സമരം എന്നാണ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്ന. വിവരങ്ങളുമായി അനിരു അശോകനാണ് ചേർന്ന് തിരുവനന്തപുരത്ത് നിന്ന്. അനിരു, ഒരു പുതിയ പ്രതിസന്ധി കൂടി ഉരുത്തിരിഞ്ഞു വരികയാണല്ലോ, അത് റേഷൻ പ്രതിസന്ധിയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും? എന്താണ് ഈ കോൺട്രാക്ടർമാർ പറയുന്നത്? വിവരങ്ങൾ. ശ്യാമിലി, സപ്ലൈകോവുമായി ഈ പറയുന്ന റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കരാറെടുത്ത ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സാണ് ഇപ്പോൾ ഈ ഒരു കുടിശ്ശിക കിട്ടിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സൂചനാ പണിമുടക്ക് നടത്തിയിരിക്കുന്നത്. 48 മണിക്കൂറാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സൂചനാ പണിമുടക്ക്. ഏകദേശം കഴിഞ്ഞ മാർച്ച് മുതൽ ജൂൺ വരെ മാത്രം ഇവർക്ക് 22 കോടി രൂപയാണ് സപ്ലൈകോ നൽകാനുള്ളത്. ഇവർ വഴിയാണ് സപ്ലൈകോയുടെ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ വാതിൽപ്പടിയായ റേഷൻ കടകളിൽ എത്തുന്നത്. നിലവിലെ ഇവരുടെ ഈ ഒരു 42 മണിക്കൂർ കൊണ്ട് റേഷൻ പ്രതിസന്ധി വലിയൊരു രീതിയിൽ ബാധിക്കില്ല. കാരണം ഈ മാസത്തെ റേഷനൊക്കെ തന്നെ റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഓഗസ്റ്റ് 1 മുതൽ ഈ പറയുന്ന കാര്യങ്ങളിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ, ഈ പറയുന്ന കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം 4 മാസമായി ശമ്പളമില്ല എന്ന് പറയുന്നതിന് വലിയ പ്രതിസന്ധിയാണ്. കൂടാതെ ഈ നേരത്തെ ഈ പറയുന്ന ഗോഡൌണുകളിൽ നിന്ന് തൊഴിലാളികൾക്ക് ചുമട്ടു തൊഴിലാളികൾക്ക് 13% കൂലി സർക്കാർ ഉയർത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ടർമാരോടാണ് സപ്ലൈകോ ഇവർക്ക് കൂലി നൽകാൻ ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർമാർ അവരുടെ കയ്യിൽ നിന്നാണ് ഈ ചുമട്ടു തൊഴിലാളികൾക്ക് ശമ്പള ഇനത്തിൽ 13% കൂടെ വർധന വരുത്തി കൂലി നൽകിയത്. എന്നാൽ ഈ 4 മാസക്കാലമായിട്ട് ഇവർക്ക് നൽകിയ തുക പോലും സപ്ലൈകോ തിരിച്ച് നൽകുന്നില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. കൂടാതെ ഈ പറയുന്ന സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനും മറ്റുമായിട്ട് സർക്കാർ ഇതിനോടകം തന്നെ ഏകദേശം 250 കോടിക്ക് മുകളിൽ പണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണം കയ്യിൽ വെച്ചിട്ടാണ് കേവലം 22 കോടിയോളം രൂപ ഈ പറയുന്ന കോൺട്രാക്ടർമാർക്ക് നൽകാനുണ്ട്. ഏകദേശം 7500ഓളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സപ്ലൈകോ CMDക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയായ അനൂപ് ജേക്കബിനും കത്തുകൾ നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ സപ്ലൈകോയോ സർക്കാരോ വകുപ്പ് മന്ത്രിയോ കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ള പരാതിയും കൂടി ഈ സംഘടനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു 48 മണിക്കൂർ, അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ഒരു പണിമുടക്കുമായി ഇപ്പോൾ സംഘടന ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ജൂലൈ 30 മുമ്പിൽ ഈ ഒരു കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് കോൺട്രാക്ടേഴ്സ് പറയുന്നത്. അനിരു അശോകനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.